നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നും ആയിട്ടുമില്ല. അയ്യോ അമ്മേ, ഇപ്പൊ തന്നെ നല്ല വേദനയാ. നിക്കാൻ വയ്യേ. അയ്യോ ഭയങ്കര വേദനയാ. ഓ സഹിക്കാൻ വയ്യല്ലോ. അയ്യോ അയ്യോ ഇത് എന്തൊരു വേദനയാ. എന്താ എന്താ ചേച്ചി, എന്താ പ്രശ്നം? എനിക്ക് നിക്കാൻ വയ്യ. കാലിന് വല്ലാത്ത വേദനയാ രാജാ. ശോഭേ, ചേച്ചി കാല് വേദനയായിട്ട് നിലവിളിക്കുമ്പോ നീ നോക്കി നിൽക്കുവാണോ? അതാ രാജാ ഞാനും പറഞ്ഞത്. 8 മണിയായി, രാജനും കുട്ടികളും കഴിക്കാൻ വരാറായി എന്ന് പറഞ്ഞപ്പോ എനിക്കിങ്ങനെ അടുക്കളയിലെ പണിയൊന്നും ചെയ്യാൻ വയ്യ. വേണമെങ്കിൽ പോയി ഉണ്ടാക്ക്. അതും പറഞ്ഞ് എന്റെ നേർക്കൊരൊറ്റ ചാട്ടം. വന്നേ ഇവൾക്ക് അഹങ്കാരം കൂടി വരിക. എന്താ ശോഭ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണോ നാത്തുനെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എനിക്ക് നല്ല തലവേദനയാണെന്നും ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് വല്ല ദോശയോ മറ്റോ ഉണ്ടാക്കാനല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ടിപ്പോ നിങ്ങൾ രാജേട്ടനോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നേ? അത് തന്നെയല്ലേ ഞാനിപ്പോ രാജനോട് പറഞ്ഞത്. അല്ലേ രാജാ, ഞാൻ എന്തെങ്കിലും മാറ്റി പറഞ്ഞോ? ചേച്ചി നിർത്ത്, ഞാൻ ചോദിക്കാം. ശോഭേ, എന്താ നിനക്ക് പറ്റിയത്? രാജേട്ട, എനിക്ക് നല്ല തലവേദന. അതേ ഞാൻ യശോദ എടുത്തിയോടും പറഞ്ഞോളൂ. അല്ലാതെ വേണമെങ്കിൽ പോയി ഉണ്ടാക്കിക്കോന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിന്റെ നോട്ടത്തിൽ അതുണ്ടായിരുന്നു ശോഭേ, വേണമെങ്കിൽ എന്നൊരു ഭാവം. ഹലോ ഹലോ, നിങ്ങൾ ഇങ്ങനെ വേലിക്ക് ചുറ്റും ഓടി നടക്കാതെ കാര്യത്തിലേക്ക് വാ. അമ്മയ്ക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു തലവേദനയും മനോവേദനയും ഒക്കെ വരാൻ എന്താ കാരണം? പെട്ടെന്ന് വേദന വന്നതേ എനിക്കല്ല, നിന്റെ അപ്പച്ചിക്ക. പിന്നെ എനിക്കൊരു തലവേദന വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണം. പക്ഷെ അമ്മ അത് പറയില്ല, അതാ കാര്യം. അപ്പൊ പിന്നെ ഞാൻ പറയാം. പറഞ്ഞോട്ടെ. അമ്മയുടെ ചേച്ചിയുടെ മകൻ ആ അറുകരിയുടെ കല്യാണ നിശ്ചയ നാളെ. അതിന് പോകാൻ പറ്റില്ല എന്നോർത്തപ്പോ അമ്മയുടെ മനസ്സങ്ങ് വെട്ടി പിളർന്ന പോലായി. ആ ആഘാതം തലവേദനയായി മാറി. അതല്ലേ വാസ്തവം? അല്ലേ മൈഡിയർ അമ്മേ? അത് തന്നെയാ കാരണം ഒന്ന് വെച്ചോ. അങ്ങനെ ഞാനൊന്ന് ആഗ്രഹിച്ചെങ്കിൽ അത് വല്ല മഹാപരാധവും മറ്റോ ആണോ? കേട്ടല്ലോ ഡാഡി, കാരണം കേട്ടല്ലോ. അവന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ അവനെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് അവന്റെ കല്യാണ നിശ്ചയത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്റെ സ്വാഭാവികമായ ഒരു ആഗ്രഹമാണ്. അല്ലാതെ ദുരാഗ്രഹമൊന്നുമല്ല. പക്ഷെ നിങ്ങളെല്ലാവരും അതിനെതിരാ. അതാലോചിച്ച മനസ്സ് കല്ലാക്കിയിട്ടില്ലാത്ത ആർക്കായാലും വിഷമം ഉണ്ടാവും. വലിയ വാചകമൊന്നും വേണ്ട. ഇവിടെ വന്ന് ആദരപൂർവ്വം നിന്റെ കാൽക്കൽ നമസ്കരിച്ച് ക്ഷണിച്ചോ? നീ കുഞ്ഞുനാൾ മുതൽ എടുത്തു വളർത്തിയ നിന്റെ ഓമനപുത്രൻ ഇല്ലല്ലോ. ഓ കൊള്ളാം, ക്ഷണിച്ചില്ലല്ലോ ഒന്ന് അല്ലേ? എന്നിട്ട് വേണമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവിടെ ചെന്ന് ആ ചടങ്ങൊക്കെ വലിച്ചു കീറി അർമാദിക്കാൻ. ക്ഷണിച്ചില്ലെങ്കിലും അവിടെ ചെന്ന് നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കാൻ തയ്യാറാണല്ലോ എന്റെ അമ്മ. അതെ മനീഷ, നീ ഇപ്പൊ പറഞ്ഞതാ 100% ശരി. നിങ്ങളുടെ ആരുടെയും സമ്മതം ഇല്ലെങ്കിലും ഞാൻ നാളെ അവിടെ പോവും. അവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആ കുട്ടികളെ അനുഗ്രഹിക്കുകയും ചെയ്യും. കേട്ടില്ലേ രാജാ ഇവളുടെ അഹങ്കാരം? എന്താ ശോഭ നീ ഇപ്പൊ പറഞ്ഞത്? നാളെ കല്യാണ നിശ്ചയത്തിന് തീർച്ചയായിട്ടും നീ പോകുന്നോ? എന്നെ ധിക്കരിച്ച് അങ്ങനെ ഒരു പോക്ക് പോവോ നീ? ധിക്കരിച്ചു പോകാനല്ല, രാജേട്ടന്റെ അനുവാദം വാങ്ങി പോകാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. രാജേട്ടന്റെ സ്വന്തം കൂടപ്പിറപ്പിന്റെ മകനാ അവൻ. ആ സ്വന്തം കൂടപ്പിറപ്പിനെ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ചവിട്ടി ഇറക്കിയവനാ ഞാൻ. പിന്നല്ലേ മകൻ. ഞാൻ ഇപ്പൊ പറയുന്നത് നീ കേട്ടോ. ഞാൻ പറയുന്നത് അനുസരിക്കാതെ നീ ആ പരിസരത്തങ്ങാണ് പോയാ പിന്നെ കഥ വേറെയാ. നിന്റെ 2 കാലും ഞാൻ വെട്ടിക്കളയും. കേട്ടില്ലേ? എന്റെ അനിയനെ നീ അറിയാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയില്ലല്ലോ. എന്നാലേ അവൻ മുട്ടിലിഴുന്ന കാലം തൊട്ടേ അവന്റെ സ്വഭാവം കാണുന്നവളാ ഞാൻ. രാജൻ പറഞ്ഞതാ. വേണ്ട, വെറുതെ വേണ്ടാത്ത പണിക്ക് പോകണ്ട. ഈ വലിയ മാളികയിൽ ശിഷ്ടകാലം വീൽ ചെയറിൽ കഴിയാനുള്ള വിധിയൊന്നും വാങ്ങിച്ചു വെക്കണ്ട. ഡാഡിയും അപ്പച്ചിയും അവരുടെ ഭാഗം പറഞ്ഞിട്ട് പോയി. അമ്മയുടെ പ്രധാന വെല്ലുവിളി എന്നോടായിരുന്നില്ലേ? അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് പറയാം. ആ പറയാൻ ഇനി നീയല്ലേ ബാക്കിയുള്ളൂ. നിന്റെ നാവിന്ന് വിളയുന്ന സരസ്വതിയും കേക്കട്ടെ. പക്ഷേ വല്ലാതങ്ങ് കളിക്കല്ലേ മോളെ. കളി കാര്യമായി പോവും. കളി തുടങ്ങിയില്ലല്ലോ ഞാൻ. തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ വരണ്ടല്ലോ.
എന്താ നേരത്തെ അമ്മ പറഞ്ഞ? ഞങ്ങളെ വിളിച്ചിട്ട് വേണം അവിടെ ചെന്ന് ആ ചടങ്ങൊക്കെ ആകെ വലിച്ചു കീറി അലങ്കോലപ്പെടുത്തി അറമാദിക്കാനെന്ന് അല്ലേ? കേട്ടോ അമ്മേ, ഞങ്ങളെയൊന്നും അവിടെ വിളിച്ചില്ലെങ്കിലും നാളത്തെ ആ ചടങ്ങ് മര്യാദക്ക് നടക്കാനേ പോകുന്നില്ല. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്റെ മൂഢ സ്വപ്നം നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആവട്ടെ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. മത്സരം ഇനി നമ്മൾ തമ്മിലാണല്ലോ. ആര് ജയിക്കുമെന്ന് കാണാം. ആ അറുകരിയുടെയും വാട്ടർ ക്യാൻകാരി പെണ്ണിന്റെയും കല്യാണ നിശ്ചയം നാളെ നടക്കില്ല. നോക്കിക്കോ. അത് ഭംഗിയായി നടക്കുന്നത് നാളെ നീയും കണ്ടോ. നീയേ അമ്മയെക്കാളും വലിയ അമ്മയാവണ്ട മോളെ. എന്റെ ചങ്ങാതിയുടെ വിളിയൊന്നും കണ്ടില്ലല്ലോ. ഒരാഴ്ചത്തെ ലീവ് എടുക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ ഫോൺ കട്ട് ചെയ്തതിൽ പരിഭവിച്ചിരിക്കുകയാണോ കക്ഷി? എന്തായാലും ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കാം. ആതിരെ ഒന്ന് വിളിച്ചാലോ? നേരെ അധികമൊന്നും ആയിട്ടില്ലല്ലോ. ഓ, അല്ലെങ്കിൽ വേണ്ട. അമ്മയോ അനിയത്തിയോ അടുത്തുണ്ടെങ്കിൽ അത് അവൾക്ക് പ്രയാസമാവും. ഇങ്ങോട്ട് വിളിക്കട്ടെ. ആ, വിളിച്ചല്ലോ. ഇതിനൊക്കെയാണ് 100 ആയുസ്. ഇത് അവനാണല്ലോ ആബി. 100 ആയുസ് കുന്തം ഒക്കെ പോയി. ഇവനിപ്പോ എന്തിനാ വിളിക്കുന്നത്? എന്താ അഭിലാഷ കാര്യം? എടാ, ഫോൺ ചെയ്തതിന് നേരവും കാലവും ഒന്നുമില്ലേ? എന്റെ ഹരീഷ്ണോ, എന്നോട് തന്നെ ചോദിക്കണം നീ ചോദ്യം. എന്നും രാത്രി 12 മണി കഴിയുമ്പോ ഞാൻ നല്ല ഉറക്കത്തിലാവുമ്പോ പെണ്ണ് നോക്കിത്താ കല്യാണം കഴിപ്പിച്ചതാന്നൊക്കെ പറഞ്ഞ് എന്നെ ശല്യം ചെയ്തതൊക്കെ മറന്നോ നീ? ഇങ്ങനെ ചില സെന്റിമെന്റ്സ് ഒക്കെ അടിച്ച് രക്ഷപ്പെടാന്ന് കരുതിയോ നീ? ശരി, തൽക്കാലം ക്ഷമിച്ചു. ഞാനൊരു പ്രധാനപ്പെട്ട കോള് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് വേഗം അങ്ങ് ഫോൺ കെട്ടി. പെട്ടെന്ന് ഇപ്പൊ നിനക്കെന്തോ പറ്റിയല്ലോ ഹരി. എടാ, നാളെ എന്റെ കല്യാണ നിശ്ചയാണെന്ന് നിനക്ക് അറിയില്ലേ? അതേക്കുറിച്ച് എനിക്കും എന്റെ ഭാവി വധുവിനും ഒരുപാട് പറയാനുണ്ട്. ഓ, അതിനിടയ്ക്ക് ഞാൻ കട്ടുറുമ്പായി വരല്ലേ എന്ന്. ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്തേക്കാം. നീ നിന്റെ ഭാവി വധുവായി മധുര ഭാഷണങ്ങൾ നടത്തിക്കോ. ഞാനൊരു ശല്യമാവുന്നില്ല. ഇങ്ങനെ പിണങ്ങല്ലേ അഭിലാഷേ? ഞാനൊരു സത്യം പറഞ്ഞല്ലേ. എടാ, ആരായിരുന്നു ഫോണിൽ നമ്മൾ ചോദിച്ചാ നീയായിരുന്നു എനിക്ക് പറയേണ്ടി വരില്ലേ? അതും പറഞ്ഞ ആതിരെ ആകെ ചൂടായങ്ങ് പിണങ്ങി വിവാഹത്തിൽ നിന്നും പിന്മാറിയ നീ എന്തു ചെയ്യും?